നമുക്കറിയാം ഇന്ന് സർവകലാശാല തലത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥിയുടെ മരണം, സിദ്ധാർത്ഥിൻ്റെ മരണം, അത് സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു അന്വേഷണം യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുകയാണ്. ഏകദേശം 19ഓളം കുട്ടികൾ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമ്മുടെ അവിടെ ഏകദേശം 130ഓളം കുട്ടികളായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ UGC അനുസരിച്ചിട്ടുള്ള ആൻറ്റി സെല്ല് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം, ആൻറ്റി റാഗിംഗ് സെല്ല് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ അവിടുത്തെ മുഴുവൻ ഹോസ്റ്റലിലെ കുട്ടികളെയും അവർ ചോദ്യം ചെയ്തിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 31 കുട്ടികൾ അവരുടെ ആ ലിസ്റ്റിൽ വന്നു. ആ 31 കുട്ടികളെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 19 പേർക്കെതിരെ ശക്തമായ നിലയിലുള്ള നടപടിയെടുക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്യുവാനുമുള്ള സംവിധാനത്തിലേക്ക് കോളേജ് എത്തിച്ചേർന്നു. അതെ അതെ, തൊട്ട് മരണം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വൈസ് ചാൻസലറെ വിളിച്ചിരുന്നു, റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഒരു റിപ്പോർട്ട് തന്നിരുന്നത്. വീണ്ടും അടുത്ത റിപ്പോർട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ റിപ്പോർട്ടിനകത്താണ് നമ്മുടെ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് അവിടെ ആൻറ്റി റാഗ് നമ്മുടെ ആ സെല്ല് വളരെ പെട്ടെന്ന് വരെ ആ സ്ക്വാഡ് അവരെല്ലാം പോയി കണ്ട് ഇത്രയധികം കുട്ടികളെ, നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത്രയധികം, നമുക്കറിയാം ഈ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തിരിച്ചിറങ്ങിയാൽ അവരെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെയാണ് ഈ 19 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത്. അവരെ നമ്മൾ ഇനി ഇപ്പോഴെങ്കിലും അവർക്ക് പഠിക്കാനും പറ്റത്തില്ല. മിനിസ്റ്റർ, പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണർ നടപടിയെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഒരിക്കലും സ്വാഗതം ചെയ്യുന്ന ഒന്നല്ല. കാരണം ഇത്രയും നടപടിയെടുത്തത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്, ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല.